Hello guys, welcome back to another video. Vetakaran vlog. It's me, your one and only favorite Vetakaran with another video. Last നമ്മൾ ചെയ്തത് ടൈഗർ ഷെവൽനസിൻ്റെ വീഡിയോ ആയിരുന്നു. വലിയ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അതിന് മുന്നേ നമ്മൾ ചെയ്ത റെഡ് ടൈലിൻ്റെ വീഡിയോ നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. അത്യാവശ്യം കുറേ കമൻറ്റുകളൊക്കെ വന്നായിരുന്നു. കുറച്ച് പേരെ ചെറുതായിട്ട് ഏറി കിട്ടി. താങ്ക് യു. നിങ്ങളുടെ ഗുഡ് കമൻസും ബാഡ് കമൻസും എല്ലാം എനിക്ക് വേണം. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻസ് വേണം. സോ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. പിന്നെ ലാസ്റ്റ് ഒരു 3 ദിവസം മുന്നേ നമ്മൾ ടൈഗർ ഷെവൽനസിൻ്റെ ആലഗേറ്റർ കാറിൻ്റെ വീഡിയോ ഇടണമെന്ന് കരുതിയതായിരുന്നു ടൈഗർ ഷെവൽനസിൻ്റെ വീഡിയോന് ശേഷം. പക്ഷേ എനിക്ക് നല്ല പനിയായിരുന്നു, നല്ല രീതിയിൽ പ്രശ്നമായി. മെഡിക്കലിലൊക്കെ പോയി ഒന്ന് സെറ്റായി ഒന്ന് ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയത്. സോ നമുക്കധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ആലഗേറ്റർ കാർ. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ ഗാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ അടിപൊളിയായിട്ടൊരു മീനാണ്. ഇതിൻ്റെ ഓൾഡ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഏകദേശം പറയുകയാണെങ്കിൽ കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ ഡൈനോസർ കാലഘട്ടം വരെ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഴപ്പമില്ലാത്ത ഒരു ചേഞ്ചായി മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഫോസിലുകളൊക്കെ കളക്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്നാലും സിമിലർ ടു നമ്മളിപ്പോൾ കാണുന്ന കാറിൻ്റെ അതേ ഒരു ഷേപ്പിലുള്ള ഇതായിരുന്നു പണ്ടത്തുള്ള കാറിൻ്റെ ഷേപ്പ് എന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ സർവൈവ് ചെയ്ത് ഈ ഇത്രയും കാലഘട്ടം നിൽക്കണമെങ്കിൽ അത് പറയേണ്ട ഒരു ഹാറ്റ്സ് ഓഫ് ചെയ്തുകൊണ്ട് ഒരു കഴിവ് ഇത് തന്നെയാണ് കേട്ടോ ഈ കാറിൻ്റെ കാര്യം. ഒരു അടിപൊളി അഡാപ്റ്റേഷൻ സ്കില്ല് തന്നെയാണ് ഈ മീനുള്ളത്. ഇപ്പോൾ 150 മില്യൺ ഇയേഴ്സ് പുറകിലോട്ട് പോകുമ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഇതുങ്ങളൊക്കെ ഡിനോസറുകളുടെയൊക്കെ ഒപ്പം നീന്തി കുടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. പിന്നെ ഒറിജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ഏരിയയിൽ, കരീബിയൻ ഏരിയസിലൊക്കെയാണ്. പിന്നെ ഇതിപ്പോൾ അക്വേറിയം ട്രേഡിൽ വല്ലാതെ പോപ്പുലർ ആയതുകൊണ്ട് ഇപ്പോൾ ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇത് കിട്ടുന്നുണ്ട്. കാരണം ഇത് വൈൽഡ്ലി അക്വേറിയം ഫിഷായിട്ട് സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ 7 വെറൈറ്റീസ് ഓഫ് ഗാറുകളുണ്ട്. അതിൽ ഓരോന്നായിട്ട് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഗാർ ഫാമിലിയിലെ കിങ് എന്നറിയപ്പെടുന്ന രാജാവ് എന്നറിയപ്പെടുന്ന ആലഗേറ്റർ ഗാർ. നല്ല ടഫ് സ്കെയിൽസും വലിപ്പമുള്ള രൂപവും മതിയായ പല്ലുകൾ കൊണ്ട് ഒരു ഭീകരനായ ലുക്കും എല്ലാ രീതിയിൽ കൊണ്ടും ഭീകരൻ തന്നെയാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ കൂട്ടത്തിലെ 7 സ്പീഷീസിലെ ഏറ്റവും ടോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് നമ്മുടെ ആലഗേറ്റർ ഗാർ. സിമിലർ ടു കോമൺ ആലഗേറ്റർ. അതുകൊണ്ടാണ് ഇതിന് ആലഗേറ്റർ ഗാർ എന്നുള്ള പേര് വന്നത്. സർവൈവലും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ക്യൂബൻ ഗാർ. ക്യൂബൻ ഐസ്ലൻഡുകളുടെ ഏരിയയിൽ കൂടെയും അതിൻ്റെ അവിടെയുള്ള ചെറിയ നദികളിൽ കൂടെയൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ചെറിയൊരു സ്പീഷീസാണിത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആലഗേറ്റർ ഗാറിൻ്റെ അത്രയും തന്നെ സൈസൊക്കെ എത്തുന്ന ഒരു സാധനമാണിത്. നെക്സ്റ്റ് ഫ്ലോറിഡ ഗാറാണ്. എല്ലാ അക്വേറിയം ട്രേഡുകളിലും ഭയങ്കരമായിട്ട് ഫേമസ് ആയി പോയിരുന്ന സാധനങ്ങളാണ്. ചില സമയത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിലും ചില സമയത്ത് ഈ ഗാറുകൾ കയറി വരാറുണ്ട്. കയറി വരുന്ന സമയത്ത് നമ്മുടെ നോർമൽ ഗാറായിട്ട് പറഞ്ഞ് സെയിൽ ചെയ്ത് പോകാറൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് ലോങ് നോസ് ഗാറാണ്. ഇതിൻ്റെ സ്നൗട്ട് വളരെ ലോങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ലോങ് നോസ് ഗാർ എന്നുള്ള പേര് വന്നത്. ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ വളരും. എന്നാലും ഇത്തിരി ഷോർട്ടർ വേർഷനാണ്. നമ്മുടെ നോർമൽ ആലഗേറ്റർ ഗാറിനേക്കാൾ ഇതിലൂടെ ഷോർട്ടറാണ്. അടുത്ത ഷോർട്ട് നോസ് ആലഗേറ്റർ ഗാറാണ്. ഷോർട്ട് നോസ് ഗാറ് ഇതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സ്നൗട്ട് വളരെ ചെറുതായിരിക്കും, കുഞ്ഞിതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഷോർട്ട് നോസ് എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അടുത്ത സ്പോട്ടഡ് ഗാറാണ്. ഏകദേശം ഫ്ലോറിഡ ഗാറിനോ സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ് സ്പോട്ടഡ് ഗാറ്. പക്ഷേ ചില സമയത്ത് ഇത് രണ്ടും മാറിപ്പോകാറുണ്ട് കേട്ടോ. കാരണം ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഭംഗിയുള്ളത് ഫ്ലോറിഡ ഗാറിനാണ് സ്പോട്ടഡ് ഗാറിനേക്കാളും. ലാസ്റ്റ് ട്രോപ്പിക്കൽ ഗാറിനാണ്. ട്രോപ്പിക്കൽ ഗാറിനെന്ന് പറഞ്ഞാലും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ ഫ്ലോറിഡയും സ്പോട്ടഡൊക്കെ ആയിട്ട് തന്നെ ഒരു ഭംഗി രൂപസദൃശ്യം വരും. എന്തായാലും നല്ല സ്പീഷീസാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം വളരെയധികം ഭംഗിയുള്ള മീനുകളാണ് എല്ലാം. അത്യാവശ്യം എല്ലാ മോൺസ്റ്റർ ഫിഷ് പ്രേമികൾക്കും ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. സ്ലോ മൂവിങ് ആയിട്ടുള്ള നദികൾ, പിന്നെ തടാകങ്ങൾ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനെ കണ്ടുവരുന്നത്. പിന്നെ വെള്ളം കയറി കിടക്കുന്ന വെള്ളക്കെട്ടുകൾ, നമ്മുടെ വെറ്റ്ലൻഡ്സ്, അതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ജസ്റ്റ് ലൈക്ക് സിമിലർ ടു ദ അരോപ്പൈമ പോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വലിച്ചെടുത്ത് ഇതിൻ്റെ ഗിൽ പ്ലേറ്റ്സ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ലങ്സ് പോലെ തന്നെ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വലിക്കാനുള്ള കഴിവുണ്ട്. അത് വലിച്ചെടുത്ത് ശ്വസിക്കാനും അതിന് പറ്റുമെന്നാണ് പറയുന്നത്. സോ നമുക്ക് അരോപ്പൈമേനെ അലഗേറ്ററിനെയൊക്കെ നമുക്ക് പൂളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറേ നേരത്തിന് ശേഷം അവർ എയർ എടുക്കാൻ വേണ്ടി മുകളിൽ വന്നിട്ട്
എയർ എടുത്ത് പോകുന്നത് നമുക്ക് മനസ്സിലാകും. കാരണം ഇതിന് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ശ്വസിക്കാൻ പറ്റും. മറ്റ് മീനുകളെ പോലെ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്ന വൈബല്ല, ഡയറക്റ്റ് നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്ന പോലെ തന്നെ ഓക്സിജൻ എടുക്കാൻ ഇതിന് പറ്റും. ആലഗേറ്റർക്കാർ ചെറുതായിട്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പരലുകൾ, മറ്റ് കുഞ്ഞി തവളകൾ, ഇൻസെക്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ച് വളരും. പിന്നെ വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ ഫുഡിൻ്റെ വലുപ്പവും കൂടെ അത് കൂട്ടും. ഇപ്പോൾ വൈൽഡിലായിട്ടുള്ള ആലഗേറ്റർക്കാരാണെങ്കിൽ കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, കാട്ടുതാറാവുകൾ, മറ്റ് ചെറിയ മീനുകൾ, വലിപ്പമുള്ള മീനുകൾ, എല്ലാ സാധനങ്ങളെയും, പിന്നെ ചെറിയ ചെറിയ മാമൽസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാത്തിനെയും വായി കയറ്റാൻ നോക്കും. സോ ഇനി ക്യാപ്റ്റിവിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് ബ്ലഡ് വാംസ്, എർത്ത് വാംസും മറ്റ് സാധനങ്ങൾ നമ്മൾ ഏകദേശം നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. കാരണം മീറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കയറിപ്പോകും. ഇപ്പോൾ കോഴി വേസ്റ്റ് കൊടുത്താലും കഴിക്കുന്ന സാധനം, ചിക്കൻ കൊടുക്കുക, ബീഫ് ഫാട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കയറി വരും. പിന്നെ നമുക്ക് സിലോപ്പിയ ട്രൈ ചെയ്ത് നോക്കാം. സിലോപ്പിയ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുകൾ കിട്ടും. അതും ഫ്രോസൺ ആണെങ്കിൽ ലൈവ് കൊടുക്കാൻ നോക്കുക. പിന്നെ സിലോപ്പിയ കൊടുക്കുമ്പോൾ മുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഗാറ് എല്ലാം മൊത്തത്തോടെ വിഴുങ്ങുന്നൊരു ജീവിയാണ്. സോ തൊണ്ടയിൽ സിലോപ്പിയയുടെ മുള്ള് കുത്തിക്കയറി പ്രശ്നമാവാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ സിലോപ്പിയ കൊടുക്കുമ്പം ലൈവായിട്ട് കൊടുക്കുകയാണെങ്കിലും ഒരു മുള്ള് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, ആ ഒരു പരിപാടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്രോസൺ സിലോപ്പിയ കൊടുക്കാൻ നോക്കുക. പറയുകയാണെങ്കിൽ കോഴി വേസ്റ്റ് നിങ്ങൾ അധികം പ്രിഫർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കോഴി വേസ്റ്റ് ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ജോണിക്ക് കൊടുത്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ അവന് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ മീനിൻ്റെ വേസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല ഡാർക്കായിട്ട് വരികയാണെങ്കിൽ നല്ല പക്കയായിട്ട് ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇതൊരു വൈറ്റിഷ് ആയിട്ടോ വേറെ എന്തൊരു കളർ ചേഞ്ച് വരികയാണെങ്കിൽ എനിക്ക് കിട്ടിയ എൻ്റെ മീൻ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ അധികം ഡൈജസ്റ്റ് ആവാത്തതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. സോ കോഴി വേസ്റ്റ് എപ്പോൾ കൊടുത്തിട്ടുണ്ടോ ഞാൻ ഈ വൈറ്റിഷ് ആയിട്ടുള്ള സെയിം കളർ, ആ കോഴി വേസ്റ്റിൻ്റെ അതേ സെയിം കളറിൽ തന്നെയാണ് ഞാൻ ആ വേസ്റ്റ് കണ്ടിട്ടുള്ളത്. സോ അത് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് തന്നെ അവത് കഴിക്കുന്ന സമയത്ത് അവന് ശ്വാസം മുട്ട് പോലെ ഇങ്ങനെ ശ്വാസം എടുക്കാനുള്ളൊരു തടസ്സം ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ കോഴി വേസ്റ്റ് അവോയ്ഡ് ചെയ്യുക. കാരണം കോഴിയുടെ ചിക്കൻ പാർട്സൊക്കെ കിട്ടില്ലേ, അതൊക്കെ കൊടുക്കുക. അതൊക്കെ കൊടുത്താൽ നല്ലതാണ്, പെട്ടെന്ന് സൈസൊക്കെ കയറി വരും. പിന്നെ ചിക്കൻ ഹാർട്ട്, ബീഫ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ബീഫ് നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗാറിന് കൊടുക്കാനൊക്കെ താല്പര്യമുള്ളവർ കൊടുത്തോട്ടെ, നമുക്ക് പറ്റുവാണെങ്കിൽ കൊടുക്കുക. ഞാൻ അധികം കൊടുക്കാറൊന്നുമില്ല. ഞാൻ കൂടുതലും ചിക്കൻ പാർട്സും മറ്റേ ഐറ്റംസ്, സിലോപ്പിയ ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ ലൈവ് ഫിഷ് അവൈലബിൾ ആണ്. സോ ഫിഷിന് അവൈലബിലിറ്റി ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും പരിപാടികളൊന്നും ചെയ്യാറില്ല. കൂടുതൽ ലൈവ് ഫിഷും സിലോപ്പിയൊക്കെ തന്നെയാണ് കൊടുക്കാറ്. അതുകൊണ്ട് നല്ല സൈസും കയറിയിട്ടുണ്ട്. സിലോപ്പിയ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള മീനാണ്. മാംസ ഫിഷ് വളർത്തുന്ന എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സിലോപ്പിയ. ഫ്രോസൺ ആയാലും ലൈവ് ആയാലും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫിഷ് ആയതുകൊണ്ട് നമ്മുടെ മാംസ ഫിഷ് എല്ലാം നല്ല പെട്ടെന്ന് സൈസ് കയറി വരും. സോ സജസ്റ്റ് സിലോപ്പിയ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്പാനാണ്. ഏകദേശം 26 to 50 വർഷം വരെ ഈ സാധനം ജീവിച്ചിരിക്കും. ഒരു മാരക സാധനം തന്നെയാണ്. ഏകദേശം നമ്മുടെ ഹ്യൂമൻസിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോഴത്തെ കാലത്തിൽ എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഏറ്റവും കൂടുതൽ നമ്മളുടെയൊക്കെ മരിച്ചു പോകുന്ന ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 70 വരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പോൾ 70 കുറഞ്ഞ് 50-55 വരെ വരുന്നുണ്ട്. കാരണം നമ്മുടെ മാറി വരുന്ന ലൈഫ് സ്റ്റൈലും ഹെൽത്ത് ഡിസീസസും കാരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ 50 വർഷം ജീവിച്ചിരിക്കാൻ വരെ പറ്റുന്ന ഈ മീനിൻ്റെ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഉരുക്ക് പോലത്തെ ഒരു മീനാണ്. ഇടിവെട്ടിയാൽ പോലും ചത്തുപോയില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇടിവെട്ടി ചത്തു പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. അതെന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചത്തിട്ട് കയറരുത് ആരും. സോ ഞാൻ പറഞ്ഞു തന്നെ ഇത് ഭയങ്കര ഒരു ഹാർഡ് കോർ മീൻ തന്നെയാണ്. ഇത്രയും വർഷം ഇത് ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതലും ഫീമെയിൽസാണ് ഇത്രയും ലോങ് ആയിട്ട് ലൈഫ് ഉള്ളത്. മെയിൽസ് ഇതിലൂടെ ഷോർട്ടർ ലൈഫ് സ്പാനാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ്നെസ് ആണ്. അഗ്രസീവ്നെസ് കണ്ടിട്ടാണ് ഞാൻ അരോപ്പയ്മയ്ക്ക് പകരം ആലഗേറ്ററിനെ ഫസ്റ്റ് ചൂസ് ചെയ്തത്. പിന്നെ നമുക്ക് വിലക്കുറവിന് മേടിക്കാൻ പറ്റുന്ന ഒരു മോൺസ്റ്റർ ഫിഷും ബിഗിനിയറായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു മോൺസ്റ്റർ ഫിഷും അലഗേറ്റർ തന്നെയാണ്. സോ അഗ്രസീവ്നെസ് നല്ല രീതിയിലുള്ള മീനാണ്. നല്ല അടിപൊളിയായിട്ട് കയറി സ്ട്രൈക്ക് ചെയ്യും, പക്കയായിട്ട് അടിക്കുകയും ചെയ്യും. പിന്നെ അരോപ്പയ്മ വിഴുങ്ങി എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ അരോപ്പയ്മയുടെ വാ തുറന്ന് അടയ്ക്കുമ്പോൾ ആ പടക്കുന്നുള്ള ഒച്ചയാണ് വെള്ളം തെറിക്കുക ഇതൊക്കെ ചെയ്യണം. പക്ഷേ അരോപ്പയ്മയുടെ വായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് കുഴച്ച് കളയാൻ പാകത്തിനുള്ള കിരികിരികിരാന്നുള്ള പല്ലാണ്. പക്ഷേ മോൺസ്റ്റർ ഫിഷിൻ്റെ ഒരു വൈബിൽ വരുമ്പോൾ എനിക്ക് കൂടുതലിഷ്ടം അലഗേറ്റർകാർ തന്നെയാണ്. കാരണം അതിൻ്റെ ആ ടീത്ത്, അഗ്രസീവ്നെസ്സും സൈഡ് വൈസുള്ള സ്ട്രൈക്കിങ്ങും. പിന്നെ ഒരു മീനെ ലൈഫ് ഫിഷിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ല് വെച്ചിട്ട് ഇതിങ്ങനെ അപ്പർ ജോയും ലോവർ ജോയും തമ്മിലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ തെറ്റി ഈ മീനെ ഇങ്ങനെ പീസാക്കി ഷ്രെഡ് ചെയ്യണ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് വേറെ ലെവൽ തന്നെയാണ്. അത് ഫീഡ് ചെയ്യുമ്പോൾ ആ കൊരുത്തിൽ കിട്ടുമെന്ന് നമ്മൾ ശരിക്കും അടുത്തു നിന്ന് കണ്ടാൽ മനസ്സിലാവും.
അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വലുപ്പമാണ്. ഞാൻ റെട്ടേലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അക്വേറിയം കടകളിൽ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ തോട്ടിൽ കിട്ടുന്ന കൊലുവോ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ കണ്ടിട്ട് മേടിച്ചിട്ട് വരരുത്. വളർത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അതിന് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ, കുളങ്ങൾ, മതിയായ വലിയ കുളങ്ങളൊക്കെ അല്ലെങ്കിൽ മാത്രം മേടിച്ചുകൊണ്ട് വരിക. ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേടിച്ചുകൊണ്ട് വന്നതിന് മുന്നേ ഈ സാധനത്തെക്കുറിച്ച് നല്ല രീതിയിലൊന്ന് യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ കയറി റിസർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുക. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ മേടിക്കാൻ. കാരണം ഇത് വളരെയധികം വലിപ്പം വയ്ക്കുന്നൊരു മീനാണ്. ഏകദേശം 3 മീറ്റേഴ്സ് 6 ഫീറ്റ് അല്ലെങ്കിൽ 10 ഫീറ്റൊക്കെ വലിപ്പം വയ്ക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ആശാനായ ജെർമിവേഡൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസും പിന്നെ കുറേ ലെജൻസ് ഇതിനെ പിടിച്ചിരിക്കുന്ന കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. സോ ഇതിന് പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വലിപ്പം വയ്ക്കുന്ന ഒരു മീനാണ്. സോ അതിനെ നോക്കാൻ പറ്റിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിനെ മേടിച്ച് വളർത്തുക. ഓക്കെ, ബിഗിനറായിട്ട് ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി മോൺസ്റ്റർ ഫിഷാണ് ഇതിൻ്റെ നെക്സ്റ്റ് പോയിന്റ്. കാരണം ആരോപ്പൈമേനെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ലോ കോസ്റ്റിൽ ലോ ബഡ്ജറ്റ് മീനാണ്. ഒരു 8,000-9,000 ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞ ആരോപ്പൈമയുടെ കുഞ്ഞിനുള്ള റേറ്റ്. പക്ഷേ അതേ സെയിം റേഞ്ചിൽ നമുക്ക് 1,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ ആലഗേറ്റർകാരൻ്റെ റേറ്റ് 1,000 രൂപയാണ്. 1,000 രൂപയ്ക്ക് നമുക്ക് ഒരു ആലഗേറ്റർകാരനെ വീട്ടിൽ കൊണ്ടുവരാം. സോ അത്രയും പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ്, ആരോപ്പൈമയാണോ ആലഗേറ്ററാണോ? ആ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ട് തരാണ്. അതിന് ഞാൻ വലിയ അഭിപ്രായമൊന്നും പറയാൻ പോകണില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ആലഗേറ്റർകാരൻ്റെ ഫാൻസും മറ്റേ സൈഡിൽ നിന്ന് ആരോപ്പൈമയുടെ ഫാൻസും കൂടെ കയറുന്ന എന്നെ ആറ്റുകാൽ പൊങ്കാലിട്ടിട്ട് പോകും. സോ ആ സംഭവം, ആ ദൗത്യം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ തമ്മിൽ തല്ലി തീർത്തോളൂ. അതിനെക്കുറിച്ച് ഞാനധികം സംസാരിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആലഗേറ്റർകാരനെ അക്വേറിയത്തിലിട്ട് വളർത്തുവാണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കും, അക്വേറിയത്തിനേക്കാളും ഓവർ സൈസറാവും. ലൈറ്റായിട്ടുള്ള വളരെ തിക്നെസ് കുറഞ്ഞ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അത് വലുതാവുന്നതിനനുസരിച്ച് ഒറ്റ അടിക്ക് അത് പൊട്ടിച്ച് കളയാൻ പറ്റും. സോ അത് കുറേ ഇൻസിഡൻസ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. സോ ആലഗേറ്റർകാരനെ അക്വേറിയത്തിൽ വളർത്തുമ്പോൾ ഓവർ സൈസ് ആയി എന്ന് തോന്നി അപ്പോൾ തന്നെ മാറ്റി വലിയ ടാങ്കിലിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ അക്വേറിയം ഇടിച്ച് പൊളിക്കാനും അക്വേറിയത്തിൽ നിന്ന് എടുത്ത് ചാടാനുള്ള ചാൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നെക്സ്റ്റ് ടാങ്ക് മേറ്റ്സ് ആണ്. കൂടെയുള്ള എല്ലാ സാധനത്തിനെയും സെയിം ആസ് റെട്ടൈൽ അകത്ത് കയറ്റാൻ പറ്റും. സോ ആരോപ്പൈമേനെ പോലെ റെട്ടൈലിനെ പോലെയൊക്കെ തന്നെ കൂടെയുള്ള എല്ലാ സാധനത്തിനും അകത്ത് കയറ്റാൻ പറ്റും. അതിൻ്റെ ഹാഫ് സൈസുള്ള മീൻ വരെ അത് അകത്ത് കയറ്റും. പിന്നെ നമ്മളിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത റെട്ടൈലിനെ കൂടെ ഇട്ടാൽ ചിലപ്പോൾ അഗ്രഷം വിശപ്പ് മൂത്തിട്ട് കടിച്ച് കീറി അതിനെ കൊന്നു കളയാനുള്ള ചാൻസസും ഉണ്ട്. സോ അത് കുറേ വീഡിയോസ് യൂട്യൂബിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഗൂഗിളിൽ ആണെങ്കിലും തന്നെ കുറേ കിട്ടാനുണ്ടാവും ഫോട്ടോസും വീഡിയോസൊക്കെ. സോ അത് ശ്രദ്ധിച്ച് നിൽക്കുക. കാരണം ടാങ്ക് മേറ്റ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഇതിനുണ്ട്. വിശന്ന് കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യും. ഏറ്റവും കൂടുതൽ ഇതിനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടാങ്ക് മേറ്റ് എന്ന് പറഞ്ഞാൽ ആരോപ്പൈമ തന്നെയാണ്. കാരണം അതിൻ്റെ ഒപ്പം പിടിച്ച് നിൽക്കാൻ പറ്റിയ ടഫ് ആർമേഡ് സ്കെയിൽസ് തന്നെയാണ് ആരോപ്പൈമയ്ക്കും. ആലഗേറ്റർ പോയി ആരോപ്പൈമേനെ ഒന്നും സംഭവിക്കില്ല. കാരണം അത്രയ്ക്ക് ടഫാണ് ആരോപ്പൈമ. അതേപോലെ തന്നെ ആരോപ്പൈമയ്ക്കും ആലഗേറ്ററിനും അധികം ഒന്നും ചെയ്യാനൊന്നും പറ്റും. കാരണം അത്രയ്ക്ക് ടഫായിട്ടുള്ള മീൻ തന്നെയാണ്. പിന്നെ ആലഗേറ്റർ ഇപ്പോൾ വാഹേനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആലഗേറ്റർ വാഹേനെ കാണുന്ന ഒരു ഹോട്ട് ഡോഗായിട്ടായിരിക്കും. ഒറ്റ കടി ഉണ്ടാവുള്ളൂ. 2-3 കഷ്ണമായിട്ട് അവിടെ കിടക്കുന്ന വാഹ പെടഞ്ഞു വരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതേപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. ടഫായിട്ടുള്ള മീനാണ്. ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷനുള്ള സാധനം തന്നെ ടാങ്ക് മേറ്റായിട്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകത്തേ ഉള്ളൂ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചൊക്കെയാണ്. 2 to 3 ഇയേഴ്സൊക്കെ എത്തുമ്പോഴാണ് ഏകദേശം ഇത് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതാണ് ഗൂഗിൾ റിസൾട്ടുകളൊക്കെ ഫുള്ള് പറയുന്നത്. സോ ആ ഒരു ടൈമായിരിക്കും. പിന്നെ ഇതിൻ്റെ എഗ്ഗിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതൊരു ടോക്സിക് എഗ്ഗാണ്. അതിനകത്തൊരു ടോക്സിക് ലെയർ ഉണ്ട്. കാരണം പ്രെഡിറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നേച്ചറായിട്ട് തന്നെ ഇതിന് കൊടുത്തതാണ്. പക്ഷേ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടോക്സിസിറ്റി ആട്ടോ. എന്തെങ്കിലും ബേർഡ്സോ ഫിഷസൊക്കെ ഈ മുട്ട കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു പാരാലൈസിങ് ആയിട്ട് വരുന്ന ഒരു ടോക്സിൻ ഉണ്ട്, സബ്സ്റ്റൻസ് ഉണ്ട്. അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, ബ്ലഡിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാരലൈസിസ് ആണ്. മനുഷ്യന്മാർക്ക് ഇതിൻ്റെ അത്ര വലിയ എഫക്റ്റ് കിട്ടിയെന്ന് വരില്ല. ചെറിയ ആനിമൽസ്, പ്രെഡിറ്ററി ആനിമൽസിനൊക്കെയാണ് ഇതിന് പ്രശ്നങ്ങളായി വരാൻ ചാൻസ് ഉള്ളത്. കാരണം ഇതിൻ്റെ മുട്ട തിന്നാൻ കൂടുതൽ ചാൻസ് ഉള്ളത് അതുങ്ങളാണ്. പക്ഷേ മനുഷ്യന്മാർക്ക് ഇത് കഴിക്കുവാണെങ്കിൽ ചെറിയ വയറിളക്കം, ഛർദിൽ, തലവേദന അങ്ങനെയുള്ള സിക്നസ് ഫീൽ ആവാനാണ് ചാൻസ് കൂടുതൽ. നെക്സ്റ്റ് വാട്ടർ പാരാമീറ്റേഴ്സാണ്. pH 6 to 7 തന്നെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ടെമ്പറേച്ചറും വലിയ കാര്യമായിട്ട് നോക്കൊന്നും വേണ്ട. കാരണം ഇതൊരു ഭയങ്കര ആടി ഫിഷായതുകൊണ്ട് ഇതിന് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അസുഖങ്ങളൊന്നും വളരെ കുറവാണ്. പിന്നെ വരുന്നത് നമ്മൾ കൊടുക്കുന്ന ഫുഡിന് വഴിയാണ് കൂടുതലും ഫംഗസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ. പക്ഷേ മെത്തലും ബ്ലൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അക്വേറിയം സാൾട്ടൊക്കെ യൂസ് ചെയ്താൽ തന്നെ ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. ഓൾമോസ്റ്റ് അസുഖത്തിൻ്റെ കാര്യത്തിലൊക്കെ റെട്ടൈലിനേക്കാളൊക്കെ ഭയങ്കര ടോപ്പാണ്. എല്ലാ മോൺസ്റ്റർ ഫിഷിനേക്കാളും നല്ല ടോപ്പാണ് ആലഗേറ്റർ. സോ
ഇന്നത്തെ വീഡിയോ ഏകദേശം അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ പുതിയ കണ്ടൻറ്റ്സൊക്കെ വേണ്ടി നമുക്ക് കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ. Till then, it's your one and only favorite വേട്ടക്കാരൻ. See you in the next video. Bye.